സംഖ്യാപുസ്തകം അധ്യായം 6. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. വീഞ്ഞിൻ്റെ കാടിയും മദ്യത്തിൻ്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിൻ്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയുമരുത്. തൻ്റെ നാസീർ വ്രതകാലത്ത് ഒക്കെയും കുരുതൊട്ട് തൊലിവരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നതൊന്നും അവൻ തിന്നരുത്. നാസീർ വ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തൊടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം അവൻ വിശുദ്ധനായിരിക്കണം, തലമുടി വളർത്തേണം. അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിൻ്റെ അടുക്കൽ ചെല്ലരുത്. അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി എന്നിവരിൽ ആരെങ്കിലും മരിക്കുമ്പോൾ അവരാൽ അവൻ തന്നെത്താൻ അശുദ്ധനാകരുത്. അവൻ്റെ ദൈവത്തിൻ്റെ നാസീർ വ്രതം അവൻ്റെ തലയിൽ ഇരിക്കുന്നു. നാസീർ വ്രതകാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് വിശുദ്ധനാകുന്നു. അവൻ്റെ അടുക്കൽ വെച്ച് വല്ലവനും പെട്ടെന്ന് മരിക്കുകയും അവൻ്റെ നാസീർ വ്രതമുള്ള തലയെ അശുദ്ധമാക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ശുദ്ധീകരണ ദിവസത്തിൽ തല ക്ഷൗരം ചെയ്യണം. 7-ാം ദിവസം അവൻ ക്ഷൗരം ചെയ്യണം. 8-ാം ദിവസം അവൻ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ പുരോഹിതൻ്റെ അടുക്കൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരേണം. പുരോഹിതൻ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിച്ച് ശവത്താൽ അവൻ പിഴച്ചതുകൊണ്ട് അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് അവൻ്റെ തല അന്നു തന്നെ ശുദ്ധീകരിക്കണം. അവൻ വീണ്ടും തൻ്റെ നാസീർ വ്രതത്തിൻ്റെ കാലം യഹോവയ്ക്ക് വേർതിരിച്ച് 1 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിയെ അകൃത്യയാഗമായി കൊണ്ടുവരേണം. അവൻ്റെ നാസീർ വ്രതം അശുദ്ധമായി പോയതുകൊണ്ട് മുമ്പിലത്തെ കാലം തള്ളിപ്പോകണം. വ്രതസ്ഥൻ്റെ പ്രമാണം ആവിത്, അവൻ്റെ നാസീർ വ്രതത്തിൻ്റെ കാലം തികയുമ്പോൾ അവനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരേണം. അവൻ യഹോവയ്ക്ക് വഴിപാടായി ഹോമയാഗത്തിന് 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആണാട്ടിൻ കുട്ടി, പാപയാഗത്തിന് 1 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണാട്ടിൻ കുട്ടി, സമാധാനയാഗത്തിന് ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റൻ, ഒരു കൊട്ടയിൽ എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ പുളിപ്പില്ലാത്ത ദോശ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വട എന്നിവയും അവയുടെ ഭോജനയാഗവും പാനീയ യാഗങ്ങളും അർപ്പിക്കണം. പുരോഹിതൻ അവയെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് അവൻ്റെ പാപയാഗവും ഹോമയാഗവും അർപ്പിക്കണം. അവൻ ആട്ടുകൊറ്റനെ കൊട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടു കൂടെ യഹോവയ്ക്ക് സമാധാനയാഗമായി അർപ്പിക്കണം. പുരോഹിതൻ അതിൻ്റെ ഭോജനയാഗവും പാനീയയാഗവും കൂടെ അർപ്പിക്കണം. പിന്നെ വ്രതസ്ഥൻ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് തൻ്റെ വ്രതമുള്ള തല ക്ഷൗരം ചെയ്ത് തൻ്റെ വ്രതമുള്ള തലമുടിയെടുത്ത് സമാധാനയാഗത്തിൻ കീഴുള്ള തീയിൽ ഇടേണം. വ്രതസ്ഥൻ തൻ്റെ വ്രതമുള്ള തല ക്ഷൗരം ചെയ്ത ശേഷം പുരോഹിതൻ ആട്ടുകൊറ്റൻ്റെ വേവിച്ച കൈക്കുറകും കൊട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരു ദോശയും പുളിപ്പില്ലാത്ത ഒരു വടയും എടുത്ത് അവയെ വ്രതസ്ഥൻ്റെ കയ്യിൽ വെക്കണം. പുരോഹിതൻ അവയെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ഇത് നീരാജനം ചെയ്ത് നെഞ്ചോട് ഉദർച്ച ചെയ്ത കൈക്കുറവോടും കൂടെ പുരോഹിതന് വേണ്ടി വിശുദ്ധമാകുന്നു. അതിൻ്റെ ശേഷം വ്രതസ്ഥന് വീഞ്ഞ് കുടിക്കാം. നാസീർ വ്രതം ദീക്ഷിക്കുന്ന വ്രതസ്ഥൻ്റെയും അവൻ തൻ്റെ പ്രാപ്തി പോലെ കൊടുക്കുന്നത് കൂടാതെ തൻ്റെ നാസീർ വ്രതം ഹേതുവായി യഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടിൻ്റെയും പ്രമാണം ഇത് തന്നെ. അവൻ ദീക്ഷിച്ച വ്രതം പോലെ തൻ്റെ നാസീർ വ്രതത്തിൻ്റെ പ്രമാണത്തിന് അനുസരണയായി തന്നെ അവൻ ചെയ്യണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. അധ്യായം 7. മോശ തിരുനിവാസം നിവർത്ത് കഴിഞ്ഞിട്ട് അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്തു ശുദ്ധീകരിക്കുകയും യാഗപീഠത്തെയും അതിൻ്റെ സകല പാത്രങ്ങളെയും അഭിഷേകം കഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം
തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രധാനികളും ഗോത്ര പ്രഭുക്കന്മാരും എണ്ണപ്പെട്ടവരുടെ മേൽവിചാരകന്മാരും ആയ ഇസ്രയേൽ പ്രഭുക്കന്മാർ വഴിപാട് കഴിച്ചു. അവർ വഴിപാടായിട്ട് ഈ 2 പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും, ഓരോരുത്തൻ ഓരോ കാളയും, ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, അവരുടെ പക്കൽ നിന്ന് അവയെ വാങ്ങുക, അവ സമാഗമന കൂടാരത്തിൻ്റെ ഉപയോഗത്തിനിരിക്കട്ടെ. അവയെ ലേവ്യരിൽ ഓരോരുത്തന് അവനവൻ്റെ വേലയ്ക്ക് തക്കവണ്ണം കൊടുക്കണം എന്ന് കൽപ്പിച്ചു. മോശെ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയെയും അവൻ ഗർശോന്യർക്ക് അവരുടെ വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. 4 വണ്ടിയും 8 കാളയെയും അവർ മെരാര്യർക്ക് പുരോഹിതനായ അഹരോൻ്റെ പുത്രൻ ഈഥാമാരിൻ്റെ കൈക്കീഴ് അവർക്കുള്ള വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. കെഹാത്യർക്ക് അവൻ ഒന്നും കൊടുത്തില്ല. അവരുടെ വേല വിശുദ്ധമന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതും ആയിരുന്നു. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രഭുക്കന്മാർ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് കൊണ്ടുവന്നു. യാഗപീഠത്തിൻ്റെ മുൻപാകെ പ്രഭുക്കന്മാർ തങ്ങളുടെ വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, യാഗപീഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കായി ഓരോ പ്രഭു ഓരോ ദിവസം താന്താൻ്റെ വഴിപാട് കൊണ്ടുവരണമെന്ന് കൽപ്പിച്ചു. 1-ാം ദിവസം വഴിപാട് കഴിച്ചവൻ യഹൂദ ഗോത്രത്തിൽ അമ്മീനാദാബിൻ്റെ മകനായ നഹശോൻ. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. അവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കം ഉള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 ചെമ്മരിയാട്ടിൻകുട്ടി. ഇത് അമ്മീനാദാബിൻ്റെ മകനായ നഹശോൻ്റെ വഴിപാട്. 2-ാം ദിവസം ഇസാഖാരിൻ്റെ മക്കളുടെ പ്രഭുവായ സുവാരിൻ്റെ മകൻ നെഥനിയേൽ വഴിപാട് കഴിച്ചു. അവൻ വഴിപാട് കഴിച്ചത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സുവാരിൻ്റെ മകനായ നെഥനയേലിൻ്റെ വഴിപാട്. 3-ാം ദിവസം സെബുലൂൻ്റെ മക്കളുടെ പ്രഭുവായ ഹേലോൻ്റെ മകൻ എലിയാബ് വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കം ഉള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഹേലോൻ്റെ മകൻ എലിയാബിൻ്റെ വഴിപാട്. 4-ാം ദിവസം രൂബേൻ്റെ മക്കളുടെ പ്രഭുവായ ശെദേയൂരിൻ്റെ മകൻ എലീസൂർ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ശെദേയൂരിൻ്റെ മകൻ എലീസൂരിൻ്റെ വഴിപാട്. 5-ാം ദിവസം ശിമയോൻ്റെ മക്കളുടെ പ്രഭുവായ
സുരീശദ്ദായിയുടെ മകൻ ശെലൂമിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സുരീശദ്ദായിയുടെ മകൻ ശെലൂമിയേലിൻ്റെ വഴിപാട്. 6-ാം ദിവസം ഗാദിൻ്റെ മക്കളുടെ പ്രഭുവായ ദെയൂവേലിൻ്റെ മകൻ എലിയാസാഫ് വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ദെയൂവേലിൻ്റെ മകൻ എലിയാസാഫിൻ്റെ വഴിപാട്. 7-ാം ദിവസം എഫ്രൈമിൻ്റെ മക്കളുടെ പ്രഭുവായ അമ്മീഹൂദിൻ്റെ മകൻ എലീശാമ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമ്മീഹൂദിൻ്റെ മകൻ എലീശാമായുടെ വഴിപാട്. 8-ാം ദിവസം മനശ്ശെയുടെ മക്കളുടെ പ്രഭുവായ പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് പെദാസൂരിൻ്റെ മകൻ ഗമലിയേലിൻ്റെ വഴിപാട്. 9-ാം ദിവസം ബെന്യാമീൻ്റെ മക്കളുടെ പ്രഭുവായ ഗിദെയോനിയുടെ മകൻ അബീദാൻ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഗിദെയോനിയുടെ മകൻ അബീദാൻ്റെ വഴിപാട്. 10-ാം ദിവസം ദാൻ്റെ മക്കളുടെ പ്രഭുവായ അമ്മീശദ്ദായിയുടെ മകൻ അഹിയേസർ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കേൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശെക്കേൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള,
5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമ്മീശദായിയുടെ മകൻ അഹിയേസരിൻ്റെ വഴിപാട്. 11-ാം ദിവസം ആശേരിൻ്റെ മക്കളുടെ പ്രഭുവായ ഒക്രാൻ്റെ മകൻ പഗീയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കെൽ തൂക്കമുള്ള 1 വെള്ളിത്തളിക, 70 ശേക്കെൽ തൂക്കമുള്ള 1 വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കെൽ തൂക്കമുള്ളതുമായ 1 പൊൻകലശം, ഹോമയാഗത്തിനായി 1 കാളക്കിടാവ്, 1 ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 1 കുഞ്ഞാട്, പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഒക്രാൻ്റെ മകനായ പഗീയേലിൻ്റെ വഴിപാട്. 12-ാം ദിവസം നഫ്താലിയുടെ മക്കളുടെ പ്രഭുവായ ഏനാൻ്റെ മകൻ അഹീര വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കെൽ തൂക്കമുള്ള 1 വെള്ളിത്തളിക, 70 ശേക്കെൽ തൂക്കമുള്ള 1 വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കെൽ തൂക്കമുള്ളതുമായ 1 പൊൻകലശം, ഹോമയാഗത്തിനായി 1 കാളക്കിടാവ്, 1 ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 1 കുഞ്ഞാട്, പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റൻ, സമാധാന യാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഏനാൻ്റെ മകൻ അഹീരയുടെ വഴിപാട്. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം ഇസ്രായേൽ പ്രഭുക്കന്മാരുടെ പ്രതിഷ്ഠ വഴിപാട് ഇത് ആയിരുന്നു. വെള്ളിത്തളിക 12, വെള്ളിക്കിണ്ണം 12, പൊൻകലശം 12, വെള്ളിത്തളിക ഒന്നിന് തൂക്കം 130 ശേക്കെൽ, കിണ്ണം ഒന്നിന് 70 ശേക്കെൽ. ഇങ്ങനെ വെള്ളിപ്പാത്രങ്ങൾ ആകെ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 2400 ശേക്കെൽ. ധൂപവർഗം നിറഞ്ഞ പൊൻകലശം 12, ഓരോന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 10 ശേക്കെൽ വീതം. കലശങ്ങളുടെ പൊന്ന് ആകെ 120 ശേക്കെൽ. ഹോമയാഗത്തിനുള്ള 4 കാലികൾ എല്ലാം കൂടി കാളക്കിടാവ് 12, ആട്ടുകൊറ്റൻ 12, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 12. അവയുടെ ഭോജനയാഗം പാപയാഗത്തിനായി കോലാട്ടുകൊറ്റൻ 12. സമാധാനയാഗത്തിനായി 4 കാലികൾ എല്ലാം കൂടി കാള 24, ആട്ടുകൊറ്റൻ 60, കോലാട്ടുകൊറ്റൻ 60, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 60. യാഗപീഠത്തെ അഭിഷേകം ചെയ്ത ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് ഇത് തന്നെ. മോശ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപ്പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കിൽ നിന്ന് 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു. അധ്യായം 8. യഹോവ മോശയോട് അരുളി ചെയ്തത്: ദീപം കൊളുത്തുമ്പോൾ ദീപം 7 നിലവിളക്കിൻ്റെ മുൻവശത്തോട്ട് വെളിച്ചം കൊടുക്കണം എന്ന് അഹരോനോട് പറക. അഹരോൻ അങ്ങനെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ നിലവിളക്കിൻ്റെ ദീപം മുൻവശത്തേക്ക് തിരിച്ചു കൊളുത്തി. നിലവിളക്കിൻ്റെ പണിയോ അത് പൊന്നുകൊണ്ട് അടിച്ചുണ്ടാക്കിയതായിരുന്നു. അതിൻ്റെ ചുവട് മുതൽ പുഷ്പം വരെ അടിപ്പുപണി തന്നെ. യഹോവ മോശയെ കാണിച്ച മാതൃക പോലെ തന്നെ അവൻ നിലവിളക്കുണ്ടാക്കി. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്ത് ശുദ്ധീകരിക്കാം. അവരെ ശുചീകരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യണം: പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കണം. അവർ സർവാംഗം ക്ഷൗരം ചെയ്ത് വസ്ത്രമലക്കി ഇങ്ങനെ തങ്ങളെ തന്നെ ശുചീകരിക്കണം. അതിൻ്റെ ശേഷം അവർ ഒരു കാളക്കിടാവിനെയും അതിൻ്റെ ഭോജനയാഗമായി എണ്ണ ചേർത്ത നേരിയ മാവും എടുക്കണം. പാപയാഗത്തിനായി നീ വേറെ ഒരു കാളക്കിടാവിനെയും എടുക്കണം. ലേവ്യരെ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ വരുത്തേണം. ഇസ്രായേൽ മക്കളുടെ സഭയെ മുഴുവനും ഒരുമിച്ച് കൂട്ടേണം. പിന്നെ ലേവ്യരെ യഹോവയുടെ സന്നിധിയിൽ നിർത്തേണം. ഇസ്രായേൽ മക്കൾ ലേവ്യരുടെ മേൽ കൈവയ്ക്കണം. യഹോവയുടെ വേല ചെയ്യേണ്ടതിന് അഹരോൻ ലേവ്യരെ യഹോവയുടെ സന്നിധിയിൽ ഇസ്രായേൽ മക്കളുടെ നീരാജനയാഗമായി അർപ്പിക്കണം. ലേവ്യർ കാളക്കിടാക്കളുടെ തലയിൽ കൈവയ്ക്കണം.
പിന്നെ ലേവ്യർക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് നീ യഹോവയ്ക്ക് ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിക്കണം. നീ ലേവ്യരെ അഹരോന്റെയും പുത്രന്മാരുടെയും മുൻപാകെ നിർത്തി യഹോവയ്ക്ക് നീരാജനയാഗമായി അർപ്പിക്കണം. ഇങ്ങനെ ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് വേർതിരിക്കുകയും ലേവ്യർ എനിക്കുള്ളവരായിരിക്കുകയും വേണം. അതിൻ്റെ ശേഷം സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യേണ്ടതിന് ലേവ്യർക്ക് അടുത്തു ചെല്ലാം. നീ അവരെ ശുചീകരിച്ച് നീരാജനയാഗമായി അർപ്പിക്കണം. അവർ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എനിക്ക് സാക്ഷാൽ ദാനമായുള്ളവർ. എല്ലാ ഇസ്രായേൽ മക്കളിലുമുള്ള ആദ്യജാതന്മാർക്ക് പകരം ഞാൻ അവരെ എനിക്കായി എടുത്തിരിക്കുന്നു. മനുഷ്യരിലാകട്ടെ മൃഗങ്ങളിലാകട്ടെ ഇസ്രായേൽ മക്കൾക്കുള്ള കടിഞ്ഞൂൽ ഒക്കെയും എനിക്കുള്ളത്. ഞാൻ മിസ്രയീം ദേശത്തുള്ള കടിഞ്ഞൂലുകളെ ഒക്കെയും സംഹരിച്ച നാളിൽ അവയെ എനിക്കായി ശുദ്ധീകരിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ ഉള്ള എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ഞാൻ ലേവ്യരെ എടുത്തിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ വിശുദ്ധ മന്ദിരത്തിനടുത്ത് വരുമ്പോൾ അവരുടെ ഇടയിൽ ബാധയുണ്ടാകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ ഇസ്രായേൽ മക്കളുടെ വേല ചെയ്യുവാനും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാനും ലേവ്യരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് അഹരോനും പുത്രന്മാർക്കും ദാനം ചെയ്തുമിരിക്കുന്നു. അങ്ങനെ മോശയും അഹരോനും ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ലേവ്യരെക്കുറിച്ച് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ലേവ്യർക്ക് ചെയ്തു. അങ്ങനെ തന്നെ ഇസ്രായേൽ മക്കൾ അവർക്ക് ചെയ്തു. ലേവ്യർ തങ്ങൾക്ക് തന്നെ പാപശുദ്ധി വരുത്തി വസ്ത്രമലക്കി അഹരോൻ അവരെ യഹോവയുടെ സന്നിധിയിൽ നീരാജനയാഗമായി അർപ്പിച്ചു. അവരെ ശുചീകരിക്കേണ്ടതിന് അഹരോൻ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. അതിൻ്റെ ശേഷം ലേവ്യർ അഹരോന്റെയും പുത്രന്മാരുടെയും മുൻപാകെ സമാഗമന കൂടാരത്തിൽ തങ്ങളുടെ വേല ചെയ്യുവാൻ അടുത്തു ചെന്നു. യഹോവ ലേവ്യരെക്കുറിച്ച് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ അവർക്ക് ചെയ്തു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ലേവ്യർക്കുള്ള പ്രമാണം ആവിത്: 25 വയസ്സ് മുതൽ അവർ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുന്ന സേവയിൽ പ്രവേശിക്കണം. 50 വയസ്സ് മുതലോ അവർ വേല ചെയ്യുന്ന സേവയിൽ നിന്ന് ഒഴിയണം. പിന്നെ സേവിക്കേണ്ട. എങ്കിലും സമാഗമന കൂടാരത്തിലെ കാര്യം നോക്കുന്നതിൽ അവർ തങ്ങളുടെ സഹോദരന്മാരെ സഹായിക്കണം. വേല ഒന്നും ചെയ്യേണ്ട. ലേവ്യരുടെ കാര്യം സംബന്ധിച്ച് നീ ഇങ്ങനെ അവർക്ക് ചെയ്യണം. അധ്യായം 9. അവർ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു പോന്നതിൻ്റെ 2-ാം സംവത്സരം 1-ാം മാസം യഹോവ സീനായി മരുഭൂമിയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കൾ പെസഹ അതിന് നിശ്ചയിച്ച സമയത്ത് ആചരിക്കണം. അതിന് നിശ്ചയിച്ച സമയമായ ഈ മാസം 14-ാം തീയതി വൈകുന്നേരം അത് ആചരിക്കണം. അതിൻ്റെ എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരണയായി നിങ്ങളത് ആചരിക്കണം. പെസഹ ആചരിക്കണമെന്ന് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. അങ്ങനെ അവർ 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് സീനായി മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. എന്നാൽ ഒരു മനുഷ്യൻ്റെ ശവത്താൽ അശുദ്ധരായി തീർന്നിട്ട് ആ നാളിൽ പെസഹ ആചരിപ്പാൻ കഴിയാത്ത ചിലർ ഉണ്ടായിരുന്നു. അവർ അന്നു തന്നെ മോശയുടെയും അഹരോന്റെയും മുൻപാകെ വന്ന് അവനോട്, ഞങ്ങൾ ഒരുത്തൻ്റെ ശവത്താൽ അശുദ്ധരായിരിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ യഹോവയുടെ വഴിപാട് കഴിക്കാതിരിപ്പാൻ ഞങ്ങളെ മുടക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. മോശ അവരോട്, നിൽപ്പിൻ, യഹോവ നിങ്ങളെക്കുറിച്ച് കൽപ്പിക്കുന്നത് എന്ത് എന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാറേ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളിലോ നിങ്ങളുടെ സന്തതികളിലോ വല്ലവനും ശവത്താൽ അശുദ്ധനാകുകയോ ദൂരയാത്രയിൽ ആയിരിക്കുകയോ ചെയ്താലും അവൻ യഹോവയ്ക്ക് പെസഹ ആചരിക്കണം. 2-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അവർ അത് ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പ് ചീരയോടും കൂടെ അത് ഭക്ഷിക്കണം. രാവിലത്തേക്ക് അതിൽ ഒന്നും ശേഷിപ്പിച്ചു വെക്കരുത്. അതിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത്. പെസഹയുടെ ചട്ടപ്രകാരമൊക്കെയും അവർ അത് ആചരിക്കണം. എന്നാൽ ശുദ്ധിയുള്ളവനും
പ്രയാണത്തിൽ അല്ലാത്തവനുമായ ഒരുത്തൻ പെസഹ ആചരിക്കാതെ വീഴ്ച വരുത്തിയാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. നിശ്ചയിച്ച സമയത്ത് യഹോവയുടെ വഴിപാട് കഴിക്കായ്ക കൊണ്ട് അവൻ തൻ്റെ പാപം വഹിക്കണം. നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു പരദേശിക്ക് യഹോവയുടെ പെസഹ ആചരിക്കണമെങ്കിൽ പെസഹയുടെ ചട്ടത്തിനും നിയമത്തിനും അനുസരണയായി അവൻ ആചരിക്കണം. പരദേശിക്കാകട്ടെ സ്വദേശിക്കാകട്ടെ നിങ്ങൾക്ക് ഒരു ചട്ടം തന്നെ ആയിരിക്കണം. തിരുനിവാസം നിവർത്തി നിർത്തിയ നാളിൽ മേഘം സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസത്തെ മൂടി. സന്ധ്യാസമയം തൊട്ട് രാവിലെ വരെ അത് തിരുനിവാസത്തിന്മേൽ അഗ്നിപ്രകാശം പോലെ ആയിരുന്നു. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും അതിനെ മൂടിയിരുന്നു. മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമിറങ്ങും. യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയും യഹോവയുടെ കൽപ്പന പോലെ പാളയമിറങ്ങുകയും ചെയ്തു. മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോൾ ഒക്കെയും അവർ പാളയമടിച്ച് താമസിക്കും. മേഘം തിരുനിവാസത്തിന്മേൽ ഏറെ നാൾ ഇരുന്നു എങ്കിൽ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാതെ യഹോവയുടെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറേ നാൾ ഇരിക്കും. അപ്പോൾ അവർ യഹോവയുടെ കൽപ്പന പോലെ പാളയമിറങ്ങിയിരിക്കും. പിന്നെ യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടും. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ ഉഷസ് വരെ ഇരിക്കും. ഉഷകാലത്ത് മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര പുറപ്പെടും. ചിലപ്പോൾ പകലും രാവും ഇരിക്കും. പിന്നെ മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര പുറപ്പെടും. 2 ദിവസമോ 1 മാസമോ 1 സംവത്സരമോ മേഘം തിരുനിവാസത്തിന്മേൽ ആവസിച്ചിരുന്നാൽ ഇസ്രായേൽ മക്കൾ പുറപ്പെടാതെ പാളയമടിച്ച് താമസിക്കും. അത് പൊങ്ങുമ്പോഴോ അവർ പുറപ്പെടും. യഹോവയുടെ കൽപ്പന പോലെ അവർ പാളയമിറങ്ങുകയും യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടുകയും ചെയ്യും. മോശെ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ യഹോവയുടെ ആജ്ഞ പ്രമാണിച്ചു. അധ്യായം 10. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക. അടിപ്പുപണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടേണം. 1 കാഹളം മാത്രം ഊതിയാൽ ഇസ്രയേലിൻ്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടേണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടേണം. 2 പ്രാവശ്യം ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടേണം. ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീരധ്വനി ഊതേണം. സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി ഊതരുത്. അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ആകുന്നു കാഹളം ഊതേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതേണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതേണം. അവ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജ്ഞാപകമായിരിക്കും. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. അനന്തരം 2 സംവത്സരം 2 മാസം 20 തീയതി മേഘം സാക്ഷ്യനിവാസത്തിന്മേൽ നിന്ന് പൊങ്ങി. അപ്പോൾ ഇസ്രായേൽ മക്കൾ സീനായി മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. മേഘം പാറാൻ മരുഭൂമിയിൽ വന്നു നിന്നു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവർ ഇങ്ങനെ ആദ്യമായി യാത്ര പുറപ്പെട്ടു. യഹൂദ മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി ആദ്യം പുറപ്പെട്ടു. അവരുടെ സേനാപതി അമ്മീനാദാബിൻ്റെ മകൻ നഹശോൻ. ഇസാഖാർ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി സുവാരിൻ്റെ മകൻ നെഥനയേൽ. സെബുലൂൻ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഹേലോൻ്റെ മകൻ എലിയാബ്. അപ്പോൾ തിരുനിവാസം അഴിച്ച് താഴ്ത്തി ഗർശോന്യരും മെരാര്യരും തിരുനിവാസം ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. പിന്നെ രൂബേൻ്റെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി ശെദേയൂരിൻ്റെ മകൻ എലിസൂർ.
ശിമെയോൻ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി സൂരീശദ്ദായിയുടെ മകൻ ശെലൂമിയേൽ. ഗാദ് മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ദെയൂവേലിൻ്റെ മകൻ എലിയാസാഫ്. അപ്പോൾ കെഹാത്യർ വിശുദ്ധ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. ഇവർ എത്തുമ്പോഴേക്ക് തിരുനിവാസം നിവർത്ത് കഴിയും. പിന്നെ എഫ്രയീം മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി അമ്മീഹൂദിൻ്റെ മകൻ എലീശാമ. മനശ്ശെ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഗിദയോനിയുടെ മകൻ അബീദാൻ. പിന്നെ അവരുടെ എല്ലാ പാളയങ്ങളിലും ഒടുവിലത്തേതായിരുന്ന ദാൻ മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാപതി അമ്മീശദ്ദായുടെ മകനായ അഹിയേസർ. ആശേർ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഒക്രാൻ്റെ മകൻ പഗിയേൽ. നഫ്താലി മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി ഏനാൻ്റെ മകൻ അഹീര. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടപ്പോൾ ഗണം ഗണമായുള്ള അവരുടെ യാത്ര ഇങ്ങനെയായിരുന്നു. പിന്നെ മോശ തൻ്റെ അമ്മായിയപ്പനായ രയൂവേൽ എന്ന മിദ്യാനിൻ്റെ മകനായ ഹോബാബിനോട്, നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് യഹോവ അരുളി ചെയ്ത ദേശത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. യഹോവ ഇസ്രയേലിന് നന്മ ചൊല്ലിയിരിക്കൊണ്ട് നീ ഞങ്ങളോട് കൂടെ വരിക, ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യും എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വരുന്നില്ല, എൻ്റെ സ്വദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കലേക്കും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞങ്ങളെ വിട്ടു പോകരുതേ, മരുഭൂമിയിൽ ഞങ്ങൾ പാളയമിറങ്ങേണ്ടത് എങ്ങനെയെന്ന് നീ അറിയുന്നു. നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും. ഞങ്ങളോട് കൂടെ പോന്നാൽ യഹോവ ഞങ്ങൾക്ക് ചെയ്യുന്ന നന്മ പോലെ തന്നെ ഞങ്ങൾ നിനക്കും ചെയ്യുമെന്ന് പറഞ്ഞു. അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപ്പെട്ടകം അവർക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ യഹോവേ, എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ, യഹോവേ, അനേകായിരമായ ഇസ്രയേലിൻ്റെ അടുക്കൽ മടങ്ങി വരേണമേ എന്ന് പറയും. അധ്യായം 11. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ടു, അവൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ തീ കെട്ടുപോയി. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയാൽ ആ സ്ഥലത്തിന് തബേര എന്ന പേരായി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. മന്നയോ കൊത്തമ്പാലരി പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റേതുപോലെയും ആയിരുന്നു. ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പമുണ്ടാക്കും. അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു. രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. ജനം കുടുംബം കുടുംബമായി ഓരോരുത്തൻ താൻ താൻ്റെ കൂടാരവാതിൽക്കൽ വെച്ച് കരയുന്നത് മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു. മോശയ്ക്കും അനിഷ്ടമായി. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചതെന്ത്? നിനക്കെന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിൻ്റെയും ഭാരം എൻ്റെ മേൽ വെച്ചതെന്ത്? മുലകുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെയും ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ? ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞ് കരയുന്നു. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല.
അതെനിക്ക് അതിഭാരം ആകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രയേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിൻ്റെ ഭാരം വഹിക്കും. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? മിസ്രയീമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസവുമല്ല, 1 മാസം മുഴുവനും തന്നെ. അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനം വരുവോളം നിങ്ങൾ തിന്നും. നിങ്ങളുടെ ഇടയിലുള്ള യഹോവയെ നിങ്ങൾ നിരസിക്കുകയും ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് എന്തിന് പുറപ്പെട്ടു പോന്നു എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പാകെ കരയുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ മോശെ, എന്നോട് കൂടെയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. 1 മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകും വണ്ണം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകും വണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചുകൂട്ടുമോ എന്ന് ചോദിച്ചു. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശെ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിൻ്റെ ചുറ്റിലും നിർത്തി. എന്നാറെ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു. അവന്മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തന് എൽദാദ് എന്നും മറ്റവന് മേദാദ് എന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവസിച്ചു. അവരും പേരെഴുതിയവരിൽ ഉള്ളവർ ആയിരുന്നു. എങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു. അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്നു, എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു എന്നറിയിച്ചു. എന്നാറെ നൂൻ്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ, എൻ്റെ യജമാനനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. മോശെ അവനോട്, എന്നെ വിചാരിച്ചു നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മോശയും ഇസ്രായേൽ മൂപ്പന്മാരും പാളയത്തിൽ വന്നു ചേർന്നു. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിൻ്റെ സമീപത്ത് 1 ദിവസത്തെ വഴി ഇങ്ങോട്ടും 1 ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നന്നാ കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിൻ്റെ ചുറ്റിലും ചിക്കി. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറയ്ക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരായി. കിബ്രോത്ത് ഹത്താവ വിട്ട് ജനം ഹസേരോത്തിലേക്ക് പുറപ്പെട്ടു ചെന്നു ഹസേരോത്തിൽ പാർത്തു. അധ്യായം 12. മോശ ഒരു കൂശ്യസ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യസ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളുവോ? ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിൽ ഉള്ള
സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിര്യാമിനോടും, നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കൽ വരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്നു. അഹരോനെയും മിര്യാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെയിരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. അവൻ മറഞ്ഞു. മേഘവും കൂടാരത്തിന്മേൽ നിന്ന് നീങ്ങിപ്പോയി. മിര്യാം ഹിമം പോലെ വെളുത്തു കുഷ്ഠരോഗിണിയായി. അഹരോൻ മിര്യാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണി എന്ന് കണ്ടു. അഹരോൻ മോശയോട്, അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തു പോയ ഈ പാപം ഞങ്ങളുടെ മേൽ വെക്കരുതേ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാപിള്ളയെ പോലെ ഇവൾ ആകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ മോശെ യഹോവയോട്, ദൈവമേ, അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. യഹോവ മോശയോട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ? അവളെ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് അടച്ചിടണം. പിന്നത്തേതിൽ അവളെ ചേർത്തുകൊള്ളാം എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ മിര്യാമിനെ 7 ദിവസം പാളയത്തിന് പുറത്താക്കി അടച്ചിട്ടു. അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ ജനം യാത്ര ചെയ്യാതിരുന്നു. അതിൻ്റെ ശേഷം ജനം ഹസേരോത്തിൽ നിന്ന് പുറപ്പെട്ടു പാരാൻ മരുഭൂമിയിൽ പാളയമിറങ്ങി.